ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കനകമല കുരിശുമുടിയിലെ തീർത്ഥാടന കേന്ദ്രം, മാർത്തോമാ ശ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. കുരിശുമുടി കയറി അനേകം മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് പോകുന്ന കാഴ്ച ഈ നോമ്പുകാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ വികാരിച്ചനായിരുന്ന സമയത്തുണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കുരിശുമുടിയുടെ ചരിത്രം വളരെ മുൻപേ ആരംഭിച്ചതാണ്. ഒരുപാട് മക്കൾ ഈ കുരിശുമുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ ദിവസവും അധ്വാനിക്കുന്നത് കാണാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. ഞാനിവിടെ ആയിരുന്ന സമയത്ത് ഓരോ വെള്ളിയാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചയും, നോമ്പ് മാത്രമല്ല, ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9 മണിയോടുകൂടെ മല കയറി കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി, ജോൺസൺ എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട് ഇവിടെ കള്ളിയത്ത് പറമ്പിൽ. ആ ബ്രദറിൻ്റെ സാന്നിധ്യത്തിൽ, നേതൃത്വത്തിൽ മലകയറ്റമൊക്കെ നടത്തി മലമുകളിലെത്തി 12 മണിക്കൊരു വിശുദ്ധ ബലി അർപ്പിക്കും. അതിനുശേഷം ദിവ്യകാരുണ്യ ആരാധനയും സൗഖ്യ ശുശ്രൂഷയൊക്കെ നടത്താറുണ്ട്. ഒത്തിരിയേറെ മക്കൾ ഓരോ വെള്ളിയാഴ്ചയും വന്ന് മല കയറി ഇവിടുത്തെ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് എത്തിച്ചേരും. കുത്തനെയുള്ള മലയാണ്, 1 കിലോമീറ്ററോളം കഷ്ടിയേ ഉള്ളൂ, പക്ഷേ ഒരുപാട് വഴിയുള്ളതുപോലെ നമുക്ക് തോന്നും. നമ്മൾ മലയാറ്റൂരൊക്കെ ഉള്ളതിൻ്റെ ഒരു 3/4 ഭാഗം ദൂരമാണ് ഇതിനകത്തുള്ളൂ. പക്ഷേ കുറേ ബുദ്ധിമുട്ടാണ് ഇത് കയറി വരാനായിട്ട്. എപ്പോഴും എനിക്ക് ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരു സ്വർഗീയമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകാറുണ്ട്. ഈ മല കയറി പ്രാർത്ഥിച്ചു വരുന്ന ഓരോ മക്കളും വിശുദ്ധ ബലിക്ക് നിൽക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത്രമാത്രം പ്രാർത്ഥിച്ചാണ് കയറി വരുന്നതും വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് നിൽക്കുന്നതും. ഇവിടുത്തെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് ഇടവരും. മിക്കവാറും സാക്ഷ്യങ്ങളെല്ലാം വിദേശയാത്ര തടസ്സം മാറിയതും വിവാഹം നടക്കാതിരുന്ന നിന്നും, ഞാനിരുന്ന മുമ്പിരുന്ന പള്ളിയിൽ പോലും ആൾക്കാർ വന്നിട്ട് അതിൻ്റെ കൂട്ടൊക്കെ എന്തിട്ടാന്നൊക്കെ ചോദിച്ച് അവിടെയും ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഒരു ടേസ്റ്റും ഇല്ല. ഈ മല കയറി ഇറങ്ങി വന്ന് ആ കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. ഇവിടെ വന്ന് അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നു. ഓരോ വെള്ളിയാഴ്ചയും, നോമ്പുകാലത്തിലെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെല്ലാം അനേകം പേരാണ്. ഭയങ്കര തിരക്ക്. എനിക്ക് അത്ഭുതപ്പെട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മല കയറി ഇറങ്ങി വരുമ്പോൾ, 10-ാം കുരിശിൻ്റെ അവിടേക്കൊക്കെ വരുമ്പോൾ
പിന്നെ താഴേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ, കുറച്ച് സ്ഥലം, അതിൽ കൂടെ ആയിരക്കണക്കിന് ജനങ്ങൾ കയറി ഇറങ്ങിപ്പോവും. പക്ഷേ ഒരിക്കൽ പോലും ഒരു അപകടം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വലിയൊരു പ്രൊട്ടക്ഷൻ, വലിയൊരു സംരക്ഷണം ഈ മലയിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളെയും ഈ ദൈവാനുഭവത്തിൻ്റെ സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ വിശുദ്ധ ബലി അർപ്പണവും ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഇവിടെയല്ല, കൊടുങ്ങാന്ന് പറഞ്ഞ ഇടവകയിലാണ്. പക്ഷേ എനിക്ക് ഈ മലമുകളിൽ നിന്ന് കിട്ടിയുള്ള ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരെയും ഈ മലമുകളിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എത്ര സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ മനോജ് മേക്കാടത്ത് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ റെക്ടറും വികാരിച്ചനും കൂടെയാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം. അനേകായിരങ്ങൾ ഈ നോമ്പുകാലത്ത് ഈ കുരിശുമുടി കയറി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാവരെയും കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.